ഹലോ അസ്സാമു അലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു പ്ലം കേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആൽക്കഹോളോ ബേക്കിംഗ് സോഡയോ ഓവനോ ഒന്നും തന്നെ വേണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാര നമ്മളൊന്ന് കാരമൽ ചെയ്തെടുക്കുക. അപ്പോൾ കാരമൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം സ്പൂണ് വെച്ചോ അല്ലെങ്കിൽ സ്പാച്ചില വെച്ചോ ഒന്നും പഞ്ചസാര ഒന്ന് ഇളക്കി കൊടുക്കരുത്. ഇതുപോലെ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കൊരു ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. അപ്പോഴത്തേക്കും ഈ ഒരു കളർ വരും. ഈ ഒരു കളർ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് വെള്ളം ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്, കാരണം ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി തെറിക്കും. അപ്പോൾ അല്പമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുമ്പോൾ തന്നെ ഇതുപോലെ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഇനി നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി പ്ലം കേക്കിൻ്റെ മെയിൻ ഫ്ലേവറാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ഇതിലോട്ട് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നട്ട്മെഗ് എടുത്തിട്ടുണ്ട്, അതുപോലെ 5 ഗ്രാമ്പു 2 പട്ട എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാരയും. ഇനി ഈ ഒരു മസാലയും പഞ്ചസാരയും കൂടെ ഇതുപോലെ നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ മുട്ടയുടെ കൂടെ ബീറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു മസാലയും പഞ്ചസാരയൊക്കെ മിക്സായിട്ട് കിട്ടും. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അല്പമായിട്ട് നമ്മളിപ്പോൾ പൊടിച്ച് വെച്ചേക്കുന്ന ആ ഒരു പഞ്ചസാര ഉണ്ടല്ലോ, മസാലയും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചേക്കുന്ന ആ ഒരു കൂട്ട് അല്പമായിട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഒരുപാട് ബീറ്റ് ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലും ചെയ്തെടുക്കാം. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ മുട്ടയൊക്കെ നല്ല അടിച്ച് പതപ്പിച്ചാണ് എടുക്കുക. അപ്പോൾ നമ്മൾ പ്ലം കേക്ക് ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് കിട്ടിയാൽ മതി. ഇനി നമുക്ക് വേറൊരു ബൗളിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അതായത് 1/4 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് 1/4 കപ്പോളം, അതായത് 1/4 കപ്പ് മാവിന് 1/4 കപ്പോളം സോക്ക് ചെയ്ത ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് നട്ട്സും. അപ്പോൾ ഈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, തലേ ദിവസം 2 ഓറഞ്ചിൻ്റെ ഫ്രഷ് ജ്യൂസിലോട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, കുറച്ച് ചെറി, ഡേറ്റ്സ്, പിന്നെ നമ്മൾ ഉണക്ക മുന്തിരി ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു ദിവസം തലേ ദിവസം നമ്മൾ വെച്ചാൽ മതി. പിറ്റേന്ന് നമ്മൾ എടുക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സോക്കായി കിട്ടും. അപ്പോൾ ഈ സോക്ക് ചെയ്ത് എടുത്തേക്കുന്ന ഫ്രൂട്ട്സിൻ്റെ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് നട്ട്സും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു മൈദയുടെ കൂട്ടുണ്ടല്ലോ അതൊരു 4 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ബേക്ക് ചെയ്യുവാണെങ്കിൽ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഈ നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ എത്തും. അല്ലെങ്കിൽ താഴ്ഭാഗത്ത് മാത്രം വന്ന് ഇടുന്നിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ആ ഒരു പെർഫെക്ഷനിൽ കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യാം. അപ്പം ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ മുട്ടയിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു കാരമൽ സിറപ്പും പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു നട്ട്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സായിട്ട് വരുമ്പോൾ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ്. അപ്പോൾ ഈ എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ സ്പീഡിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ കേക്ക് ചെയ്യുന്ന പോലെ വളരെ പതിയെ ഫോൾഡ് ചെയ്യണം എന്നൊന്നുമില്ല, എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ കേക്ക് ടിൻ വേണമെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു സ്റ്റീൽ പാത്രം വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ബേക്ക് ചെയ്യുന്ന ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ മാറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന കേക്ക് പോലെ ലൂസായിട്ടല്ല ഈ ഒരു പ്ലം കേക്കിൻ്റെ ബാറ്റർ ഇരിക്കുന്ന, അത്യാവശ്യം ഈ ഒരു കട്ടിയിൽ വേണം നമുക്ക് ബാറ്റർ വേണ്ടത്. അപ്പോൾ ബാറ്ററെല്ലാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് 1-2 പ്രാവശ്യം ഒന്ന് തട്ടിക്കൊടുക്കാം. എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറിക്കിട്ടും. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഇഡ്ഡലി പാത്രത്തിൽ ഒരു തട്ട് വെച്ച് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രം നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ തന്നെ വേണമെന്നില്ല, നമുക്ക് ഏത് കട്ടിയുള്ള ഏത് തരം പാത്രത്തിലും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 50-55 മിനിറ്റ് വരെ ബേക്ക് ചെയ്താൽ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡിയാവും.
ഇപ്പോൾ ഒരു 55 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കേക്ക് കുക്കായോ എന്ന് തുറന്ന് നോക്കാം. പിന്നെ ഇതിനിടയ്ക്ക് ഒരു 25 മിനിറ്റ് ആയപ്പോൾ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് നട്ട്സ് മേളിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്ത് തീരുമ്പോൾ ഇതുപോലെ നല്ല പൊങ്ങിയിരിക്കും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഉള്ളിൽ വെന്തിട്ടുണ്ടോ നോക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഫോർക്കോ ടൂത്ത് പിക്കോ വെച്ചിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നാണെങ്കിൽ കേക്ക് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സൂപ്പറായിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് നമുക്ക് ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്, ഒരുപാട് പേർക്ക് വിഷസ് പറയാനുണ്ട്. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്ക് എല്ലാവരും സ്പെഷ്യൽ ഹായ്, വിഷസ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരുടെ പേരും ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ സെലക്ട് ചെയ്ത ടോപ്പ് കമൻസിൻ്റെ സ്ക്രീൻഷോട്ടും ഞാൻ ഈ സൈഡിൽ കാണിക്കാം. അപ്പോൾ ഈ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ഒരുപാട് റിക്വസ്റ്റ്, നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആണ്. നമ്മുടെ ചാനലിൽ തന്നെ വളരെ സിമ്പിളായിട്ട് പ്ലം കേക്ക് ചെയ്യുന്ന റെസിപ്പി പോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആൽക്കഹോളോ സോഡയോ ഓവനോ ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രം വെച്ചിട്ട് ചെയ്തൊരു പ്ലം കേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. Stay at home, stay healthy. Thanks for watching. See you in another video. Assalamu alaikum. Assalamu alaikum. Assalamu alaikum.